ഹായ് കൂട്ടുകാരെ, ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് അടിസ്ഥാന പാഠാവലിയായിട്ടാണ്. അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ പാഠമാണ്. 2 പാഠങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ 2ാമത്തെ പാഠം തായ്മൊഴി പീലികളുടെ നോട്ട് മിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ അതിലുള്ളൂ, അതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതും നമുക്ക് മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠം ഒരു ചെറിയ പാഠമാണ്. അപ്പോൾ ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളോടൊപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ കൊടുക്കുന്നതാണ്. കൂട്ടുകാർ എഴുതിയെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മളിവിടെ എടുക്കാൻ പോകുന്ന പാഠം മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന പാഠമാണ്. ഈ പാഠം എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ലേഖകൻ ഡോക്ടർ വത്സലൻ വാതുശ്ശേരിയാണ്. അദ്ദേഹം ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, നിരൂപകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. അങ്കമാലിക്കടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് ധാരാളം കൃതികളും നോവലുകളൊക്കെ ഉണ്ട്. SPT അവാർഡ്, മലയാറ്റൂർ രാമകൃഷ്ണൻ അവാർഡ്, അങ്ങനെ ധാരാളം അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. മാതൃഭാഷയും പരിസ്ഥിതിയും. മാതൃഭാഷ എന്താണെന്ന് നമുക്കറിയാം. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ചുറ്റുപാട്, നാം ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? മാതൃഭാഷയും മറ്റു ഭാഷകൾ, ധാരാളം വേറെ ഭാഷകളില്ലേ, ഇതര ഭാഷകൾ. മാതൃഭാഷയും മറ്റു ഭാഷകളും പ്രവർത്തിക്കുന്നതിൽ വലിയ അന്തരമുണ്ട്. അന്തരം, വ്യത്യാസം, വേർതിരിവ്, അകലം. മാതൃഭാഷയും മറ്റു ഭാഷകളും പ്രവർത്തിക്കുന്നത് ഒരുപോലെയല്ല എന്നാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. നമുക്ക് എങ്ങനെയാ നോക്കാം. മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. മാതൃഭാഷ എന്താണ്? ഒരു ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നാമും മറ്റു ജീവികളും എല്ലാം കൂടി ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, എക്കോസിസ്റ്റം. അപ്പോൾ മാതൃഭാഷ എന്താണ്? ഒരു ഭാഷ എന്നതിലുപരി ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത്. ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ എന്ത് നമുക്ക് അറിഞ്ഞിരിക്കണം? മാതൃഭാഷ. മാതൃഭാഷയില്ലാതെ നമുക്ക് പരിസര ജീവിതം അസാധ്യമാണ് എന്നാണ് പറയുന്നത്. ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷ പദ സമൂഹത്തിലാണ്. അതായത് ഒരാളുടെ പരിസ്ഥിതിയെ കുറിച്ച്, തൻ്റെ ചുറ്റുപാടിനെ കുറിച്ചുള്ള ബോധം നിലനിൽക്കണമെങ്കിലും അതിൽ പ്രവർത്തിക്കണമെങ്കിലും മാതൃഭാഷയിലെ പദസമൂഹം, പദകോശം, പദസമ്പത്ത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു മാതൃഭാഷ, ഒരാളുടെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണമെങ്കിൽ, നിലനിൽക്കാനും പ്രവർത്തിക്കണമെങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് മാതൃഭാഷയിൽ ധാരാളം പദസമ്പത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. തെങ്ങ് എന്ന വൃക്ഷത്തെ എടുക്കുക. തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായി ഒരു പദകോശം മലയാളത്തിലുണ്ട്. നമുക്ക് ഉദാഹരണമായിട്ട് തെങ്ങ് എന്ന ഒരു വൃക്ഷത്തെ എടുക്കുക. തെങ്ങ് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ ഒരുപാട്, തെങ്ങ് എന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണെങ്കിൽ പോലും അതിനെ ബന്ധപ്പെട്ട് ഒരുപാട് കോശങ്ങളുണ്ട്, ഒരുപാട് പദസമ്പത്ത് മലയാളത്തിലുണ്ട്. ഉദാഹരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തെങ്ങ് എന്താ നമുക്കറിയാം. ഓല നമുക്കറിയാം. തെങ്ങിൻ്റെ ഓല നമ്മൾ കണ്ടിട്ടുണ്ട്. തെങ്ങിൻ്റെ പട്ട, അതിൻ്റെ ആ ഓലയുടെ നടുവിൽ ഇങ്ങനെ പറിച്ചെടുക്കുന്ന സാധനമാണ്. കൂട്ടുകാർക്ക് അറിയലുണ്ടാവില്ല. അപ്പോൾ അതിന് നടുവിൽ ഒന്നിങ്ങനെ കൊത്തിയെടുത്താൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. അതിന് പട്ട. ഈർക്കിൽ, ഓലയുടെ ഓല ഇതാക്കിയിട്ട് ഈർക്കിൽ ചൂലൊക്കെ കണ്ടിട്ടില്ലേ? അതിനുപയോഗിക്കുന്നത് ഓലയുടെ ഈർക്കിലാണ്. ഈർക്കിലറിയാം. കൊതുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തെങ്ങിൻ്റെ പൂക്കുലയുണ്ട്. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ വെക്കുന്ന കാണാറില്ലേ? തെങ്ങിൻ്റെ പൂക്കുല, തെങ്ങ് വിരിഞ്ഞ്. അപ്പം ആ പൂക്കുലേൻ്റെ പുറകു വശത്തൊരു അതിൻ്റെ കവറുണ്ട്. ആ കവറിനാണ് കൊതുമ്പ് എന്ന് പറയാം. കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ടീച്ചർക്ക് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഇമേജ് ഈ നമ്മളെ വീഡിയോൻ്റെ കൂടെ കാണിക്കാം. അപ്പോൾ തെങ്ങിൻ്റെ കൊതുമ്പ്, കോഞ്ഞാട്ട, ആ തേങ്ങ ഉണ്ടാവുന്ന അത്, കോഞ്ഞാട്ട, വെള്ളയ്ക്ക എന്ന് പറഞ്ഞാൽ
നൊച്ചിങ്ങ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പറയാം. കുഞ്ഞു തേങ്ങേനെയാണ് പറയുന്നത് വെള്ളയ്ക്ക. കരിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതായത്, വെള്ളം ധാരാളമുള്ള അതിനാണ് കരിക്ക് എന്ന് പറയാം. ഇളനീർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞിട്ടും കുറച്ചുകൂടെ അതിൻ്റെ കാമ്പ് തിക്കായിട്ടും ഉള്ളത്. പിന്നെ എന്താണ് പൊങ്ങ് എല്ലാവർക്കും അറിയും. തേങ്ങ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് അത് മുളയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു സാധനം ഉണ്ടാവുന്നത്, അതാണ് പൊങ്ങ്. കൊപ്ര, തേങ്ങ ഉണക്കിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, തെങ്ങിൽ നിന്ന് കിട്ടുന്നതാണ് വെളിച്ചെണ്ണ. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് എന്ന പോലെ തേങ്ങയുടെ ചിരട്ട ഉണ്ടാവും. ചിരട്ട മാത്രമല്ല, തേങ്ങ പൊളിച്ചാൽ അതിൻ്റെ ചകിരി ഉണ്ടാവും, അതൊക്കെ മടലുണ്ടാവും. ഇങ്ങനെ നീണ്ടുപോകുന്നു ആ പദസമൂഹങ്ങൾ. നമ്മൾ കണ്ടില്ലേ, തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണുള്ളത്? തെങ്ങുണ്ട്, പട്ടയുണ്ട്, ഓലയുണ്ട്, ഈർക്കിളുണ്ട്, കൊതുമ്പുണ്ട്, കോഞ്ഞാട്ടയുണ്ട്, വെള്ളയ്ക്കയുണ്ട്, കരിക്കുണ്ട്, ഇളനീരുണ്ട്, പൊങ്ങുണ്ട്, കൊപ്രയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, മടലുണ്ട്, ചകിരിയുണ്ട്, ചിരട്ടയുണ്ട്. എത്രമാത്രം പദങ്ങളാണ് ആ തെങ്ങ് എന്ന ഒരു വൃക്ഷമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാതൃഭാഷയിൽ തന്നെ ഇത്രയും വൈവിധ്യം. ഇതിന് നമുക്ക് മൊത്തത്തിലായിട്ട് മറ്റു ഭാഷകളിൽ ഇങ്ങനെ തെങ്ങുള്ള നാട്ടിൽ തന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കീറിമുറിച്ച് ഓരോ ഭാഗത്തിനും പേരുണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ആവാസ വ്യവസ്ഥ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, ആ ചുറ്റുപാട് എങ്ങനെയാണ് മാതൃഭാഷയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലായോ? നമുക്ക് തെങ്ങുള്ള നാട്ടിൽ തന്നെ ആ തെങ്ങിൻ്റെ ഇത്രയേറെ ഭാഗങ്ങളെക്കുറിച്ചുള്ള പേരുകൾ കിട്ടുള്ളൂ മാതൃഭാഷയിൽ. അപ്പം നമുക്ക് മലയാളത്തിൽ, കേരളത്തിൽ ധാരാളമായിട്ട് കാണുന്ന വൃക്ഷമാണ് തെങ്ങ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തെക്കുറിച്ചും പദം നമുക്കുണ്ട്. ഇതിപ്പം തെങ്ങില്ലാത്തൊരു വേറെ ഏതെങ്കിലും വേറെ തെങ്ങില്ലാത്തൊരു നാട്ടിൽ ഇത്രയേറെ തെങ്ങ് എന്ന ഒരു വൃക്ഷത്തെ ചുറ്റിപ്പറ്റി ഇത്രയേറെ പദസമ്പത്ത് ഉണ്ടാവില്ല. അപ്പം അതാണ് മാതൃഭാഷ ആവാസ വ്യവസ്ഥയായിട്ട് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ലേഖകൻ പറഞ്ഞതിൻ്റെ കാര്യം. മനസ്സിലായില്ലേ? ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഈ വാക്കുകൾക്ക് തുല്യമായിട്ടുള്ള പദസമൂഹം വേറെ അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് പ്രയോഗിക്കാൻ അവസരമില്ല. അവിടെയാണ് നമുക്ക് വേറെ രാജ്യങ്ങളിൽ ചിലപ്പം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് അത് തെങ്ങില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല. അടുത്ത പാരഗ്രാഫ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയമുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴും നമ്മളെ വീടിൻ്റെ ചുറ്റും നമ്മുടെ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. പണ്ടുള്ള ആളുകൾക്ക് ആ ചെടിയുടെ പേരെന്താണെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നും പണ്ടുള്ള ആളുകൾക്ക് അറിയാം. പഴമക്കാർ എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആളുകൾക്ക് അറിയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മിസ്സിൻ്റെ അടുത്തൊരു ബന്ധു ഈ അടുത്ത ദിവസം അവരോടിങ്ങനെ ഞാൻ പറഞ്ഞു പ്ലാവിൻ്റെ ഇല എടുത്തു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആ പ്ലാവിൻ്റെ ഇല ഏതാണെന്നറിയില്ല. ചക്ക തിന്നിട്ടുണ്ട്, വീടിൻ്റെ മുറ്റത്തുള്ള പ്ലാവിൻ്റെ ഇത് പ്ലാവാണ് എന്ന അറിവില്ല. അത്രമാത്രം നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ വിട്ടുമാറിക്കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ ഒരു വീടിൻ്റെ പരിസരത്തിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. പഴമക്കാർക്ക് അവയുടെ പേരും അത് പ്രയോഗവും എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്ന് അറിയാം. പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവ് ഇല്ലാതാകുന്നതോടെ ആ സസ്യം തന്നെ അവഗണനയിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ ആ സസ്യത്തിൻ്റെ പേരും അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നത് അറിയുന്നില്ലെങ്കിൽ തന്നെ അവഗണിക്കുന്നതോടുകൂടി ആ സസ്യം തന്നെ പോകുന്നു, അതിനെ തന്നെ അവഗണനയിലേക്ക് പോകുന്നു. അപ്പം നമുക്കറിയാം മുറികൂട്ടി എന്ന് പറയുന്നത് ചെടിയാണ്. പിന്നെന്താണ് മുറികൂട്ടി, തുമ്പ. ഈ തുമ്പച്ചെടിയൊക്കെ ഇല്ലേ, മിസ്സിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പല്ലുവേനൊക്കെ വന്നിട്ടുണ്ട്. തുമ്പയുടെ പ്രായോഗികമാണോ എന്നറിയില്ല, ആരോ പറഞ്ഞു കേട്ടത് ആ തുമ്പ ഒന്ന് ഞെരടി അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂട്ടി നമ്മളിങ്ങനെ പല്ലുവേദനയിലെടുത്ത് വെക്കുകയായിരുന്നു. അപ്പോൾ പല്ലുവേദന പോവുമായിരുന്നു. അപ്പോൾ ഇതുപോലെ എത്രയോ ചെടി മുറികൂട്ടി, നമ്മൾ മുറികൂട്ടീൻ്റെ മുറിവിലൊറ്റിച്ച് കഴിഞ്ഞാൽ മുറിവൊന്ന് ഉണങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ എത്രയോ ഔഷധ സസ്യങ്ങൾ നമ്മളെ ചുറ്റുമുണ്ട്.
പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്ന ആളുകളില്ലാതാവുന്നതോടുകൂടെ ആ സസ്യവും നമ്മൾ അവഗണിക്കപ്പെടുന്നു, നമ്മൾ ഉപേക്ഷിക്കുന്നു. ആ സസ്യം തന്നെ അവഗണനയിലേക്ക് പോകുന്നു. പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിച്ചു കളയുന്നത്. നമുക്ക് നമ്മളെ ചുറ്റുമുള്ള പല ചെടികളുണ്ട്, ഇവിടെ പല ചെടികളും ഉണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. ദശപുഷ്പങ്ങളിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് തന്നെ ആർക്കും അറിയില്ല. അപ്പോൾ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ നമ്മൾ അതറിയാത്തതുകൊണ്ട് തന്നെ പരിസരം വൃത്തിയാക്കുമ്പോൾ അത്തരം ഔഷധ സസ്യങ്ങളൊക്കെ നമ്മൾ അത് വെട്ടിമാറ്റി അത് നശിപ്പിക്കുന്നു. അപ്പോൾ പേരും ഔഷധ ഗുണവും അതിനെക്കൊണ്ട് എന്താണ് ഗുണം എന്നത് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെയൊക്കെ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ നമ്മുടെ പദശേഖരത്തിലെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു. അതായത് ആ ചെടികളുടെ പേര് നമ്മൾക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ചെടീനെ അവഗണിക്കുന്നു. അപ്പോൾ നമ്മുടെ സമ്പത്തിൽ ഇന്ന ചെടി, തുമ്പച്ചെടി, മുക്കുറ്റിച്ചെടി എന്നൊന്നും നമുക്ക് അറിയാതിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ചെടികളെ നമ്മൾ വെട്ടിമാറ്റുന്നു, നമ്മൾ അത് അറിയാതെ പോകുന്നു. അത് നമ്മളുടെ പദശേഖരം, നമ്മൾ അതിൻ്റെ പ്രയോഗവും അറിയുന്നില്ല. നമുക്ക് ആ ചെടീനെ അറിയാതിരിക്കുമ്പോൾ, നമുക്ക് അതുകൊണ്ടുള്ള പ്രയോഗങ്ങളും അറിയാതിരിക്കുമ്പോൾ നമ്മൾ ആ ചെടീനെ തന്നെ നശിപ്പിക്കുന്നു. അത് പരിസ്ഥിതിനെ തന്നെ നശിപ്പിക്കാൻ കാരണമാകുന്നു. ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിക്കണം. അങ്ങനെ നമ്മുടെ പദശേഖരത്തിലുള്ള കുറവ്, നമ്മൾക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ അറിയാത്ത വസ്തുക്കൾ നമ്മുടെ വൊക്കാബുലറിയിൽ, നമ്മുടെ പദശേഖരത്തിൽ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ പരിസ്ഥിതിനെയും അത് ബാധിക്കുന്നു. അടുത്ത പാരഗ്രാഫ്, നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ്. നമ്മൾ ആശയങ്ങൾ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് എപ്പോഴും ഭാഷയിലൂടെയാണ്. നമ്മൾ വ്യത്യസ്തമായ ലാംഗ്വേജസ് ഒക്കെ പഠിക്കുന്നുണ്ടാവും. നമ്മളിപ്പം മലയാളികളാകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷും ഇപ്പം വിദേശത്തൊക്കെ പോയി താമസിക്കുന്നവർ വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സ്വപ്നം കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതും എപ്പോഴും നമ്മുടെ മാതൃഭാഷയിൽ കൂടി ആയിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് ഭാഷയിലൂടെയാണ്. പരിസ്ഥിതിയുടെ കാര്യത്തിലാവുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല, മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ടു നിൽക്കുന്നത്. പരിസ്ഥിതി നാം വളർന്ന ചുറ്റുപാടിലും നമ്മുടെ ചുറ്റുപാടുമായിട്ടായിരിക്കും. അപ്പം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എപ്പോഴും മാതൃഭാഷയാണ്. നമ്മൾ പരിസ്ഥിതിനെ അറിയുന്നത് എപ്പോഴും മാതൃഭാഷയിലൂടെ തന്നെയാണ്. മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പരിസ്ഥിതി നിലനിൽക്കുന്നത് മിക്കവാറും മാതൃഭാഷയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ലേഖകൻ നമ്മളോട് പറഞ്ഞു വന്നത് ഇതാണ്. പല ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് വ്യക്തമാക്കി തന്നു എങ്ങനെയാണ് മാതൃഭാഷ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. മാതൃഭാഷയിൽ ഇല്ലെങ്കിൽ നമുക്ക് പരിസ്ഥിതി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ ലേഖകൻ നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് ഇവിടെ ലേഖകൻ സമർത്ഥിക്കുകയാണ്, പരിസ്ഥിതിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാതൃഭാഷയുമായുള്ള ബന്ധം ദൃഢമാക്കുക. മാതൃഭാഷയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുമ്പോൾ നമുക്ക് ധാരാളം പദസമ്പത്തുകൾ കിട്ടും. ആ പദസമ്പത്ത് കൊണ്ട് തന്നെ നമ്മൾ പലതിനെയും അറിയുമ്പോൾ തന്നെ അവയുടെ പ്രാധാന്യം മനസ്സിലാക്കും. അപ്പോൾ ആ പ്രാധാന്യത്തിലൂടെ പരിസ്ഥിതിനെയും നമ്മോടൊപ്പം ചേർത്ത് പിടിക്കാൻ നാം ശ്രമിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. മാതൃഭാഷയെ നാം ചേർത്ത് പിടിക്കുമ്പോൾ മാതൃഭാഷയിലെ പദങ്ങൾ നമ്മൾ അറിയും. ആ പദങ്ങൾ അറിയുമ്പോൾ അതെന്താണെന്ന അന്വേഷണത്തിൽ നമുക്ക് നമ്മളെ കൂടെ കൂട്ടേണ്ടത് ഒന്നാണ് പരിസ്ഥിതി. അങ്ങനെ മാതൃഭാഷയുടെ ബന്ധം ദൃഢമാവുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധവും പരിസ്ഥിതി നമ്മോടൊപ്പം കൂടുതൽ ദൃഢമായി നമ്മോടൊപ്പം പരിസ്ഥിതി സംരക്ഷണവും നിലനിർത്താൻ സാധിക്കും. അതാണ് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ഈ പാഠത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരോട് പാഠം നന്നായിട്ട് മനസ്സിലാക്കുക. പാഠത്തിൽ ആശയം ഇത്ര തന്നെയേ ഉള്ളൂ. മാതൃഭാഷയുടെ പ്രാധാന്യമാണ്. മാതൃഭാഷയിലുള്ള ചുറ്റുപാടുകളെ കുറിച്ച് നമ്മൾ മാതൃഭാഷയിലെ പദസമ്പത്തുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചുറ്റുപാടുകളെ കൂടുതൽ അറിയാൻ പറ്റുകയുള്ളൂ. ചുറ്റുപാടുകളെ നമ്മോടൊപ്പം ചേർത്ത് നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ പാഠം പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പാഠം വായിക്കുക. പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠന പ്രവർത്തനങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് പാഠം എളുപ്പമാക്കുക. താങ്ക് യു. എഴുത്തച്ഛൻ്റെ പഞ്ചവർണ്ണക്കിളിയെക്കുറിച്ച് കവിതയിൽ ഒളപ്പമണ്ണ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? ഒളപ്പമണ്ണയുടെ കവിതയിൽ പഞ്ചവർണ്ണക്കിളി എന്ന് വിശേഷിപ്പിക്കുന്നത് മലയാള കവിതയാണ്. പച്ചച്ചിറകും മഴവില്ലിൻ്റെ കഴുത്തും കവിതയുടെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു. കവിതയാകുന്ന പഞ്ചവർണ്ണക്കിളിയെ തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിര മരത്തിലാണ് ഇരുത്തിയിരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. എഴുത്തച്ഛൻ്റെ കൃതികളിലെ ഭക്തി, പ്രണയം, വിരഹം, കാരുണ്യം എന്നീ ഭാവങ്ങളെയും സൂചിപ്പിക്കുന്നു. കവിതയാകുന്ന പഞ്ചവർണ്ണക്കിളി ഭാഷയാകുന്ന തേനും പൂവും കായും ആസ്വദിച്ച് ഭാവനാകാശത്തിലൂടെ പാറിപ്പറക്കുന്നതായും പറയുന്നു. മാതൃഭാഷയും പരിസ്ഥിതിയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തെങ്ങിൻ്റെ നാശം ഭാഷയെ എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത്? കേരവൃക്ഷം അഥവാ തെങ്ങ് കേരളത്തിലെ ധാരാളമായി കാണുന്ന വൃക്ഷമാണല്ലോ. തെങ്ങുമായി ബന്ധപ്പെട്ട് ഓല, പട്ട, ഈർക്കിൽ, കൊതുമ്പ്, കോഞ്ഞാട്ട, വെള്ളയ്ക്ക, കരിക്ക്, ഇളനീർ, പൊങ്ങ്, കൊപ്ര, വെളിച്ചെണ്ണ, ചിരട്ട, ചകിരി, മടൽ തുടങ്ങി ധാരാളം മലയാള പദങ്ങളുണ്ട്. എന്നാൽ തെങ്ങിന് വംശനാശം സംഭവിക്കുന്നതോടെ ഈ പദങ്ങൾക്കൊന്നും ഉപയോഗമില്ലാതെ വരുന്നു. അത് ഭാഷാ പദസമ്പത്തിന് കുറവുണ്ടാക്കുന്നു. ഇങ്ങനെ തെങ്ങിൻ്റെ നാശം ഭാഷയെ ബാധിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം എന്താണ്? മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രധാന മാർഗം.